വിശ്വാസികൾ പരിശുദ്ധ റമദാനിൽ ഒരിക്കൽ കൂടി വ്രതാനുഷ്ഠാനത്തിൻ്റെ കഠിനമായ പരിശ്രമങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഠിനമായ ചൂടിനെ അവഗണിച്ചും കാരുണ്യവാനായ റബ്ബിൻ്റെ കാരുണ്യവും പാപമോചനവും തേടി സൽക്കർമ്മങ്ങളിലും ഒരുപാട് നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിനെ 3 ഭാഗങ്ങളായി പകുക്കുകയും അതിലെ ആദ്യത്തെ 10 നാളുകൾ കാരുണ്യവാനായ റബ്ബിൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങളും അവൻ്റെ കാരുണ്യവും ചോദിച്ചു വാങ്ങാനുള്ള പ്രത്യേക നാളുകളായി നിശ്ചയിക്കുകയും ചെയ്തു. വർത്തമാനകാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കരുണയും സ്നേഹവും ആർദ്രതയും സഹാനുഭൂതിയും അനുകമ്പയുമൊക്കെ വറ്റി വരണ്ടു പോയൊരു കാലത്താണ് ജീവിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെപ്പോലും കടാരയ്ക്ക് ഇരയാക്കാൻ മടിയില്ലാത്ത മക്കൾ, സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠികളെപ്പോലും ക്രൂരമായി വധിക്കാൻ അത്രമാത്രം കരിങ്കല്ല് പോലെ ആയിത്തീർന്ന മനസ്സിനുടമകളായ വിദ്യാർത്ഥികൾ പോലും ജീവിക്കുന്ന വർത്തമാനകാല ചുറ്റുപാടിൽ മനുഷ്യന് ഏറ്റവും വേണ്ടത് തൻ്റെ സഹജീവികളോട് സ്നേഹമുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനെയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെയുമൊക്കെ കാരുണ്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 ആരംഭിക്കുന്നത് കരുണാമയനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ എന്നാണ്. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാസകം പരിശോധിച്ച് നോക്കിയാലും ലോകത്തിന് മുഴുവനും കാരുണ്യവും സ്നേഹവും പകർന്നു നൽകാൻ നിയുക്തനായ പ്രവാചകൻ എന്നാണ് ആ പ്രവാചകനെക്കുറിച്ച് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ സ്നേഹവും നമുക്ക് കിട്ടാനുള്ള വഴി നിരന്തരമായ പ്രാർത്ഥനയോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തിനെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ആശയമാണ് ഇർഹമു മംഫിൽ അർളി ഇർഹംകും മംഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ഉപരിലോകത്തുള്ള അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. പള്ളിമൂലകളിൽ തപസ്സിരിക്കുന്നതിൽ മാത്രമല്ല പുണ്യം, തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ, നിരാലംബരായ നിർധനരായ മനുഷ്യരുടെ സങ്കടങ്ങളും പരിദേവനങ്ങളും പ്രയാസങ്ങളും കണ്ട് മനസ്സിലാക്കി അവർക്ക് നേരെ കാരുണ്യത്തിൻ്റെ ഹസ്തം നീട്ടുക, അവരോട് അനുതാപത്തോടുകൂടി പെരുമാറുക. ഇതുകൊണ്ടൊക്കെ മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും നമുക്ക് ലബ്ധമാവൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. മനുഷ്യരോട് മാത്രമല്ല, ജീവജാലങ്ങളോടും എല്ലാ വസ്തുക്കളോടും പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളോടും കരുണയോടെ വർത്തിക്കാൻ പ്രവാചകൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ജീവനില്ലാത്ത പർവ്വതങ്ങളോട് പോലും കരുണ കാണിക്കണം, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിച്ച ഒരു വിശാലമായ മനസ്സ് ഇന്ന് പ്രകൃതിയോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും മനുഷ്യരോട് പോലും ക്രൂരതയോടുകൂടി പെരുമാറുന്ന വർത്തമാനകാലത്ത് പ്രവാചകൻ ലോകത്തിന് സമർപ്പിക്കുന്ന കാരുണ്യം കൂടുതൽ പ്രസക്തമാണ്. ആ പ്രവാചകൻ ലോകത്തിന് പഠിപ്പിച്ച കാരുണ്യവും സ്നേഹവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടാൻ ഏറ്റവും കൂടുതലായി വിശ്വാസികൾ പരിശ്രമിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കാലമാണ് വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 നാളുകൾ. അള്ളാഹു സർവ്വലോകത്തിലും അവൻ്റെ കാരുണ്യവും സമാധാനവും അനുഗ്രഹവും വർഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.